എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ചെറിയ യാത്ര പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് റോക്ക് ഓഫ് ക്യാഷൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് കൗണ്ടി ടിപ്പററിയിലാണ്. അങ്ങോട്ട് പോകുന്ന ഈ ഒരു ടൗണാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങോട്ട് കയറുന്ന ആ ഒരു ടൗണിൻ്റെ ഏരിയയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതാണ് നമ്മളങ്ങ് എത്തിച്ചേരുന്ന ഒരു ഏരിയ. ഇങ്ങനെയാണ് നമുക്ക് താഴെ നിന്ന് തന്നെ കാണാം. റോക്ക് ഓഫ് ക്യാഷൽ വളരെ മനോഹരമായിട്ട് റോപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ക്യാഷൽ തന്നെയാണത്. അത് നമ്മൾ പോയത് പാർക്കിംഗ് ഏരിയയിലോട്ടാണ്. അവിടെ കൊണ്ടുപോയി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഫീസ് ഉണ്ട്. 20 മിനിറ്റ്സിൽ ബിലോ ആണെങ്കിലില്ല, അതിന് എബവ് ആണെങ്കിൽ നമ്മൾ ഫീ അടയ്ക്കണം. നമ്മൾ വണ്ടി എപ്പോഴാണ് എടുത്തുകൊണ്ട് വരുന്നത് അപ്പോഴാണ് നമ്മൾ ഫീ അവിടെ അടയ്ക്കേണ്ടത്. നമുക്ക് കാർഡ് വെച്ച് പേ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പതുക്കെ അങ്ങ് നടക്കുകയാണ്. കുറച്ചങ്ങ് നടന്ന് മേളിലോട്ട് കയറാനുണ്ട്. ഒരു കുന്നിൻ്റെ മേളിൽ തന്നെയാണിത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പതുക്കെ നടക്കുവാണ്, സ്റ്റോളറൊക്കെ ഉന്തിക്കൊണ്ട്. കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് ഇത് സ്റ്റോളറൊക്കെ ഉന്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ മാറി മാറി, ഞാനും പിള്ളേരും ഒക്കെ മാറി മാറി ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് താഴെ നിന്ന് കാണാം അതിൻ്റെ ഒരു എല്ലാ വ്യൂസും ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ഇതാണ് ആ ഒരു ഏരിയ. അവിടെ അടുത്ത് ചെന്ന് കാണുമ്പോഴുള്ള ഒരു ഇതിങ്ങനെയാണ്, ഒരു പിക്ചർ ഇങ്ങനെയാണ്. നമ്മൾ ആദ്യമേ പോയി ക്യൂ നിൽക്കണം. ക്യൂ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കണം. എത്ര ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അഡൽട്ട്സിന് 8 യൂറോയാണ്. ഗൈഡ് ഉണ്ടെങ്കിൽ ആ ഒരു പൈസയ്ക്ക് വേരിയേഷൻ വരും. ഞങ്ങൾ ഗൈഡൊന്നും എടുത്തിട്ടില്ല. കാരണം ഗൈഡ് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേട്ട് നിൽക്കും. കൊച്ചങ്ങനെ നിൽക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഗൈഡും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് കയറി വിസിറ്റ് ചെയ്യുകയാണ്. സ്വന്തം തന്നെ വിസിറ്റ് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. ഇതാണ് അതിൻ്റെ തൊട്ട് അടുത്തുനിന്നൊരു പിക്ചർ എടുത്താൽ ഇങ്ങനെ ഉണ്ടാകും. അതിനുശേഷം ഞങ്ങൾ ഉള്ളിലോട്ട് കയറുകയാണ്. രാവിലെ ഒരു 10-10:30 ആയിട്ടുള്ളൂ ഞങ്ങളവിടെ എത്തുമ്പം. പക്ഷേ നിറയെ വിസിറ്റേഴ്സ് രാവിലെ തന്നെയുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലെത്തി. ഇതൊരു 4 സൈഡിലും ചുവരുകൾ കൊണ്ട് ഉണ്ടാക്കിയ, അതായത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഏരിയയാണ്. പക്ഷേ ഇതിൻ്റെ റൂഫൊന്നും ഫുള്ളി കവേർഡല്ല. ഇതാണ് ഇതിൻ്റെ റൂഫിൻ്റെ ഒരു പാർട്ട്. ആ ഒരു പാർട്ട് മാത്രമേ ഇങ്ങനെ ഒരു കവർ ചെയ്ത് നിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ ഒരു ഓപ്പണായിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഈ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ഹിസ്റ്ററികളുണ്ട്. അത് എല്ലാം വായിച്ച് എനിക്ക് പറയാൻ കൃത്യമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഞാൻ വായിച്ച് നോക്കിയായിരുന്നു ജസ്റ്റൊക്കെ ഓരോരുത്തരുടെ ഹിസ്റ്ററി, അവരുടെ അതെന്തുകൊണ്ടാണ് അതുണ്ടാക്കിയത്, അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് വായിക്കാം. അതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അത് കൂടാതെ നമ്മളിപ്പോൾ നമുക്ക് ഗൈഡ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്നാൽ മതി. അവിടെ നിന്ന് വിശദമായിട്ട് ഇതൊക്കെ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഗൈഡിൻ്റെ കൂടെ പോയാൽ ഇത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഓരോ ഏരിയയും ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ആക്കിയേക്കുന്നത്, ഇതൊക്കെ എന്തുകൊണ്ടാണ്, എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററി ആയിട്ട് അവർ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നതാണെങ്കിൽ എല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണ്ടോ, ഇതാണ് ആ ഒരു വ്യൂ. 4 ചുവർ, ഇതെല്ലാം റോക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയാനുള്ളത്. കുറേ സ്പേഷ്യസ് ആണ്, നല്ല സ്പേസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. എല്ലാം നടന്ന് കാണാം. ഓരോ ഏരിയയിലും എഴുതി വെച്ചിട്ടുമുണ്ട്. അതൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം ഞങ്ങൾ പതുക്കെ അതിൻ്റെ പുറത്ത് ഇറങ്ങി. അത് അത്രയും ഒരു ഏരിയ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ഒരു 2 റൂംസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ റൂമാണിത്. ഇതൊരു ചാപ്പൽ, പണ്ടത്തെ ഒരു ഉപയോഗിച്ചിരുന്ന ഒരു ചാപ്പലാണ്. അതൊക്കെ നമുക്കെല്ലാം പഴയ രീതിയിലുള്ള പിക്ചറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ കാണാവുന്നതാണ്. ടോട്ടൽ ചെറിയ റൂമാട്ടോ. ആ ഒരു റൂമിൻ്റെ ഒരു വിസ്താരം കൂടി വന്ന ഒരു 30-40 ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഒരു ഏരിയയേ ഉള്ളൂ. 30 പേർക്കല്ല, 40 പേർക്ക് അത്രയേ ഉള്ളൂ. ഇതൊരു പിക്ചറാണ്. ക്വീൻ എലിസബത്ത്, ഐ തിങ്ക് 1979 ക്വീൻ എലിസബത്ത് ഒരു വിസിറ്റ് ചെയ്തിരുന്നു. ആ ഒരു പിക്ചറാണ് അവരുടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കണ്ട
പക്ഷേ അടുത്ത റൂമിലോട്ട് പോകുക. തൊട്ടടുത്ത് തന്നെയാണ് അടുത്തൊരു റൂം. അതൊരു ഡാർക്ക് റൂമാണ് കേട്ടോ. ഡാർക്ക് റൂമാണ്. ഒരു സ്ക്രീനുണ്ട്, ഇരിക്കാൻ കുറേ ചെയറുകളുണ്ട്, എല്ലാവർക്കും അവിടെ ഇരിക്കാം. എന്നിട്ട് അവരത് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിരിക്കാം. അതിനുശേഷം അതിൻ്റെ പുറകോട്ട് കുറച്ചൊരു ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് സെമിത്തേരിയും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് സെമിത്തേരിയിൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അതാണ് ആ ഒരു ബാക്കിലോട്ടുള്ളൊരു ഏരിയ. അതും അത്രയേ ഉള്ളൂ ശരിക്കും കാണാനായിട്ട്. പക്ഷേ ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് റോപ്പ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നുള്ളതാണ്. അതാണ് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങി. ഞങ്ങൾ സ്റ്റോളർ കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സ്റ്റോളർ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു, മിറ്റിലായതുകൊണ്ട്. സ്റ്റോളർ അവിടെ വെച്ചിട്ടാണ് പോയത്. സ്റ്റോളറൊക്കെ എടുത്ത് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണ്. താഴെ നടക്കാനൊരു സ്പേസ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ നടന്നില്ല. അന്നേരത്തിന് ഒരു മഴ പെയ്തു. ആണ് ഞങ്ങൾ വേഗം തിരിച്ച് പോന്നു. അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.